ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടുക്കിയിലെത്തിയ എം.എൽ.എ ചാണ്ടി ഉമ്മന് വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിൽ സ്വീകരണം നൽകി. ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങൾക്ക് ഡീൻ അല്ലാതെ മറ്റാര് ജയിച്ചാലും പരിഹാരമാവില്ല എന്നും ഇടുക്കിയിൽ ഡി.കെ തരംഗമാണെന്നും എം.എൽ.എ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആനന്ദ് ഹൈപ്പർമാർട്ട്, താജ് ബിൽഡിംഗ്, വണ്ടിപ്പെരിയാർ. കഴിഞ്ഞ 3 വർഷത്തോളമായി വണ്ടിപ്പെരിയാറിന്റെ ജനറൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആനന്ദ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ താജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പലചരക്ക് സാധനങ്ങളും മാർജിൻ ഫ്രീ മാർക്കറ്റിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗുണനിലവാരമുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആനന്ദ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുള്ളൂ. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന യു.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടുക്കി ജില്ലയിലെ പ്രചരണ പരിപാടികൾക്ക് എത്തിയ പുതുപ്പള്ളി എം.എൽ.എയും കോൺഗ്രസിന്റെ ആരാധ്യനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മനാണ് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റിൽ വെച്ച് നടന്ന കുടുംബസംഗമത്തിൽ സ്വീകരണം നൽകിയത്. കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയിലൂടെ രാജ്യത്തെ അഭ്യസ്തവിദ്യരായ യുവതി-യുവാക്കൾക്ക് തൊഴിൽ പരിശീലനത്തിലൂടെ തൊഴിൽ അവകാശമായി മാറുവാൻ പോവുകയാണെന്നും ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങൾക്ക് ഡീൻ കുര്യാക്കോസ് അല്ലാതെ മറ്റാര് ജയിച്ചാലും പരിഹാരമാവില്ല എന്നും ഇടുക്കിയിൽ ഡി.കെ തരംഗമാണെന്നും ചാണ്ടിയുമ്മൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഡീൻ അല്ലാതെ മറ്റാര് ജയിച്ചാലും ഇത് സാധ്യമാകാത്ത സാഹചര്യത്തിലേക്ക് ഈ രാജ്യം കടന്നു പോകാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇന്നിപ്പോ എത്രാമത്തെ മീറ്റിംഗ് അത് എനിക്ക് കണക്ക് തന്നിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ പെരിയാർ എസ്റ്റേറ്റിൽ വെച്ച് നടന്ന കുടുംബസംഗമത്തിൽ ഡി.സി.സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, പി.എ. അബ്ദുൾ റഷീദ്, മുൻ ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ടിൽ, ടി.എച്ച്. അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.